രുദ്രൻ അതല്ലേ ആറൻ? അതാ ഞാനും ചിന്തിച്ചേ. രുദ്രൻ അല്ലെങ്കിൽ റീന മേഡം, ഈ രണ്ടിലൊരാളാണ് എന്നെ വിളിക്കുന്ന അജ്ഞാതന്റെ ടാർഗറ്റ്. അപ്പോ ഗബ്രിയെ വിളിക്കുന്ന ആള് ഗോസ്റ്റ് ആണോ? യെസ്, അങ്ങനെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും കേട്ടിട്ടും നിനക്ക് വിശ്വാസം വരുന്നില്ലേ? ഞാനും ഇത് വിശ്വസിക്കണോ? അല്ല, ഇതെങ്ങനെ സംഭവിച്ചു? ദാറ്റ്സ് ആൻ ഇൻവിസിബിൾ ഫോഴ്സ്. ഇതാ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്കിത് കൺമുന്നിൽ കണ്ടപ്പോ വിശ്വാസമായില്ലേ? നീ എന്താ ചിരിക്കുന്നേ? ഇത് ചെയ്ത ഇൻവിസിബിൾ ഫോഴ്സ് ആരാണെന്നറിയാൻ ഗബ്രി ഒരു റിസർച്ചും ചെയ്യണ്ട. ഈ പുസ്തകം തട്ടിയിട്ടത് ഞാനാ. ഞാനിങ്ങനെ ചെയ്തു എന്ന് കരുതി ഗബ്രിയുടെ അന്വേഷണം ഒന്നും നിർത്തിവെക്കണ്ട. അത് തന്റെ ടാർഗറ്റുകൾക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. സർ, കോഫി. താങ്ക്സ്. ജോസഫ് ഏട്ടാ, രുദ്രൻ എന്ന് പറയുന്ന ആളുടെ കോണ്ടാക്ട് കിട്ടുമോ? എന്തിനാ സർ? മിനിസ്റ്ററുടെ മകനല്ലേ, ഒരു റെക്കമെൻഡേഷന് വേണ്ടിയാ. നമ്പർ എന്റെ ഫോണിലുണ്ടാവും സർ, ഞാൻ എടുത്തു തരാം. കാര്യങ്ങൾ മൊത്തം കലങ്ങി മറിഞ്ഞ് കിടക്കുവാണല്ലോ ഗബ്രി. അൺനോൺ നമ്പർ കോളാണോ? ഞങ്ങള് സാറിനൊരു താങ്ക്സ് പറയാൻ വേണ്ടിട്ട് വിളിച്ചതാ. അംബികന്റെ ഞങ്ങൾ കണ്ടുമുട്ടിയേട്ടോ. ചെറിയൊരു മാനസിക പ്രശ്നം അവർക്കുണ്ടെങ്കിലും ഞങ്ങളെല്ലാം അവർക്ക് മനസ്സിലായി. നിങ്ങള് നിങ്ങളുടെ ഫ്രണ്ടിനെ അവന്റെ അമ്മയെ കൊണ്ടുപോയി കാണിച്ചോ? അത് അവന് വരാൻ കഴിഞ്ഞില്ല. അമ്മയെ കണ്ടെത്തിയല്ലോ, ഇനി സാവകാശം അവനെ കൊണ്ടുപോയി കാണിക്കാം. സാർ ചെയ്ത ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. സന്തോഷമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. ആയിക്കോട്ടെ, എനിക്ക് സന്തോഷം. ഓക്കെ എന്നാ. ശരി സാർ, ബൈ. ആരാ ഗബ്രി വിളിച്ചേ? ഞാൻ പറഞ്ഞില്ലേ, ഹോസ്റ്റലിലെ 5 കുട്ടികൾ. ഓ, 5 സുന്ദരികൾ അല്ലേ? അയ്യോ, ഞാൻ അവരോട് ഒരു കാര്യം പറയും വിട്ടുപോയി. ഒരു സെക്കൻഡേ. ഗബ്രിയേൽ സാർ തിരിച്ചു വിളിക്കുന്നുണ്ടല്ലോ. നീ കോൾ എടുക്ക്. ദേ, അംബിക ആന്റിയെ പറ്റി കൂടുതൽ എന്തെങ്കിലും ചോദിച്ചാ നീ ഒന്നും പറയണ്ട. നീ കോൾ എടുക്ക്. ഹലോ സാർ. എനിക്കൊന്ന് കിരണിനെ നേരിട്ട് കാണണമായിരുന്നു. എന്തിനാ സാർ? അല്ല, അത് നേരിട്ട് കാണുമ്പോ പറയാം. കിരൺ ബോക്സിംഗ് പ്രാക്ടീസിന് ഇന്നിവിടെ വരുന്നുണ്ടോ? അതെ സാർ, ഇന്ന് വരുന്നില്ല, നാളെ വരും. മതി, നാളെ കണ്ടാലും മതി. പ്രാക്ടീസിന് എത്തുമ്പോ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടോളാം. വീട്ടിലേക്ക് വരണമെന്നില്ല. ഓക്കെ? ശരി സാർ. നിന്നെ മാത്രമായിട്ട് കാണണമെന്ന് ഗബ്രി സാർ എന്തിനാ പറഞ്ഞേ? അതിലെന്തോ ഒരു സംഗതി ഉണ്ടല്ലോ. എന്ത് സംഗതി? കിരണിനെ മാത്രമായി കാണണമെന്ന് സാറ് പറഞ്ഞ സ്ഥിതിക്ക് അതൊരു പേഴ്സണൽ മാറ്റർ ആയിരിക്കും. അത് എന്ത് പേഴ്സണൽ മാറ്റർ ആയിരിക്കും? നമ്മളൊന്നും കേൾക്കാൻ പാടില്ലാത്ത എന്തോ ആണ്. അത് ശരിയാ, നമ്മളെ ആരും കാണണമെന്ന് സാറ് പറഞ്ഞില്ലല്ലോ. കിരണിനെ മാത്രം കാണണം. എനിക്കൊരു സംശയം. അവളുടെ ഒരു നിനക്ക് എന്താടി സംശയം? ഗബ്രിയേൽ സാറിന് കിരണിനോട് പ്രേമമാണോ? ഷൈനി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല.
എല്ലാരും വണ്ടി കയറി പോവാം. ഗബ്രി ഉം? ഗബ്രി എന്തിനാ കിരണിനെ കാണുന്നത്? എനിക്ക് ആ കുട്ടിയെ കണ്ടൊരു സംശയം തീർക്കാനുണ്ട്. എന്ത് സംശയം? അത് ഫോണിൽ കൂടി ചോദിക്കാറുന്നില്ലേ? അല്ല, ഞാനിവിടെ ഉള്ളത് കൊണ്ടാണോ? അത് അല്ല, അതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞില്ലല്ലോ. സാറും കിരണും തമ്മിൽ സംസാരിക്കുന്നതിന് ഇവർക്കെന്താ? വേണ്ടാത്ത കാര്യങ്ങളിൽ കയറി തലയിടാൻ വന്നിരിക്കുന്നു. ആരവ് റൂമിൽ തന്നെ ഉണ്ടായിരിക്കുവോ? അവൻ എവിടെയും പോയില്ല. അവൻ അവന്റെ അമ്മയുടെ കാര്യം അറിയാനേ കാത്തിരിക്കുകയായിരിക്കും. അവന്റെ അമ്മയെ കണ്ട കാര്യം അറിയുമ്പോ അവൻ ഭയങ്കര ഹാപ്പിയാവും. അവൻ കൂടെ വന്നിരുന്നെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായേനെ. ആരവ് നമ്മുടെ കൂടെ വരാതിരുന്നത് നന്നായിന്നാ എനിക്ക് തോന്നുന്നത്. രുദ്രൻ നമ്മളെ ഫോളോ ചെയ്ത് ആ ഭാഗത്തുണ്ടായിരുന്നല്ലോ. ആരവിനത് അറിയായിരുന്നു. അതാ അവൻ വരാതിരുന്നെ. ഇന്നിവിടെ നല്ല ശാന്തതയാണല്ലോ, ഒരു ബഹളവും ഇല്ല. ഈ ശാന്തത കണ്ടിട്ട് ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടായ പോലെ തോന്നുന്നല്ലോ. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടാവാനാ? നമ്മളിവിടെ ഇല്ലാതിരുന്ന സമയത്തെ ആരവ് കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദേ അവളോട് ചോദിച്ചാ അറിയാലോ. ഇവൾ ഏതു നേരവും ഫോണിലാണല്ലോ. ഹേയ് ശ്രുതി, ഇങ്ങ് വന്നേ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വിളിക്കാം. എന്താ വിളിച്ചേ? ഞങ്ങളെ വെറുതെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ഞങ്ങളിവിടെ കുറച്ചുനേരം ഇല്ലായിരുന്നല്ലോ. അല്ല, പിന്നെ ഇവിടെ ഇപ്പോ എന്താ പ്രശ്നം ഉണ്ടായത്? പ്രശ്നോ? എന്ത് പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ലേ? ഇവിടെ അന്നത്തെ പോലെ ആരോ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയോ പേടിച്ച് പ്രശ്നം ഉണ്ടായെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞല്ലോ. ഞാൻ കേട്ടില്ല. ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. നിങ്ങളോട് ഇക്കാര്യം ആരാ പറഞ്ഞേ? പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ ആര് പറഞ്ഞു അറിയേണ്ട ആവശ്യമില്ലല്ലോ. ആ അതെ, ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ പ്രശ്നം? വാ പോ, വാ. ശരി എന്നാ. ഇപ്പഴാ സമാധാനമായത്. ആരവ് പുറത്തിറങ്ങിയിട്ടില്ല. ഇവരെന്താ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിച്ചത്? അഞ്ചുസുന്ദരികൾ നിന്നോട് എന്താ ചോദിച്ചത്? ഞങ്ങളെ പറ്റിയാണോടി സംസാരിച്ചേ? നിങ്ങളെ പറ്റി ഒന്നും ചോദിച്ചില്ല. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് അവര് ചോദിച്ചേ. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായെന്ന് അവര് ചോദിച്ചത്? അന്ന് റീഡിംഗ് റൂമിൽ ആരെയോ കണ്ടിട്ട് ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടായില്ലേ? അങ്ങനെ ആരെയോ ഇവിടെ ഒരു കുട്ടി കണ്ട് പേടിച്ചെന്ന് അവര് കേട്ടതായിട്ട് പറഞ്ഞു. അവരെന്താ അങ്ങനെ ചോദിച്ചെന്ന് എനിക്കറിയില്ല.